ബിലീവ് നിഫാഖ് വന്നാൽ ഇഅ്തിഖാദിൽ, അതായത് ഇഅ്തിഖാദ് എന്ന് പറഞ്ഞാൽ വിശ്വാസം, വിശ്വാസത്തിൽ നിഫാഖ് വന്നാൽ എന്താവും? നിഫാഖ് രണ്ട് ഭാഗമുണ്ടല്ലോ, അമലിയും ഉണ്ട് ഇഅ്തിഖാദിയും ഉണ്ട്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ക്ലാസ്സിലും വെറുതെ എടുക്കുന്നതായി പോവാ. ഇഅ്തിഖാദിൽ നിഫാഖ് വന്നാൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ആ നിഫാഖ് ഇസ്ലാമിൽ നിന്ന് പുറത്താവുന്ന നിഫാഖാണ്. എന്തിൽ വന്നാൽ? ഈ ഇഅ്തിഖാദിൽ വന്നാൽ, വിശ്വാസപരമായ കാര്യത്തിൽ കാപട്യം കാണിച്ചാൽ. കാരണം എന്താ? അള്ളാഹു പറഞ്ഞു, ഒമനന്നാസി എന്താണ്? ഒമനന്നാസി മയ്യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. ജനങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, അവര് പറയും നമ്മൾ അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവരാണെന്ന് പറയും, പക്ഷെ അവർ മുഅ്മിനുകൾ അല്ല. കാരണം അവർക്ക് വിശ്വാസമില്ല. അവർ പുറമെ വെറുതെ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി വിശ്വാസം ഉണ്ടെന്ന് പറയുന്നവരാണ്. പക്ഷെ അമലിയായ നിഫാഖിന്റെ പ്രത്യേകത ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല, മറിച്ചത് വൻ പാപങ്ങളിൽ, കബായിറുകളിൽപ്പെട്ട പാപങ്ങളാണ്. അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. അമലിയായ നിഫാഖാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ള നിഫാഖ്. ഒരാൾ സംസാരിച്ചാൽ, വർത്താനം പറഞ്ഞാൽ, കളവ് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവോ? ഇല്ല. അത് അമലിയായ നിഫാഖ്, ഒരാളുടെ അമലിൽ വരുന്ന നിഫാഖ്. പക്ഷെ വലിയ പാപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വെറുത്ത തെറ്റാണ് എന്ത്? സംസാരിച്ചാൽ കളവ് പറയാം. അതേപോലെ വഅദ ചെയ്താൽ അത് ലംഘിക്കുക, അതിന്റെ ഖിലാഫ് കാണിക്കുക. അത് ചെയ്താലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവില്ല, പക്ഷെ അത് വലിയ പാപമാണ്. പിന്നെ മൂന്നാമത്തെ എന്താണ് അടയാളം? വിശ്വസിച്ചാൽ എന്ത് ചെയ്യും? വഞ്ചിക്കുക, ചതിക്കുക, ചീറ്റ് ചെയ്യുക. അതും ഇസ്ലാമിൽ നിന്ന് പുറത്താക്കുന്ന നിഫാഖല്ല, പക്ഷെ അത് ചെയ്യുന്നത് പാപമാണ്. അതാണ് ആ രണ്ട് നിഫാഖും തമ്മിലുള്ള വ്യത്യാസം. അടുത്ത ഹദീസ് നോക്ക്. എത്രാമത്തതാ? عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم بين الرجل وبين الشرك والكفر ترك الصلاة رواه مسلم. കിട്ടിയാ? ആറാമത്തെ അല്ലേ? അല്ല, അഞ്ചാമത്തെ. ഹദീസുൽ ഖാമിസ്, കിതാബിൽ അഞ്ചാമത്തത്. الرابع عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم بين الرجل وبين الشرك والكفر ترك الصلاة رواه مسلم. عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم بين الرجل وبين الشرك والكفر ترك الصلاة رواه مسلم. نور. عن جابر بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم بين الرجل وبين الشرك والكفر ترك الصلاة رواه مسلم.
ജാബിർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു ആണ് ഹദീസിന്റെ റാവി. റാവി എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേട്ട് ഹദീസ് ഉദ്ധരിച്ച ആള്. അദ്ദേഹം പറഞ്ഞു, ഖാല, അദ്ദേഹം പറഞ്ഞു. എന്താ ഖാലന്റെ അർത്ഥം? പറഞ്ഞു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൈന റജുലി, ഒരാളുടെ ഇടയിൽ, ബൈന എന്ന് പറഞ്ഞാൽ ഇടയിൽ, അർറജുല് ഒരാൾ, വബൈന ശിർക്കി വൽ കുഫ്രി, ഷിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള കാര്യം തർക്കു സ്വലാത്തി, നിസ്കാരം ഉപേക്ഷിക്കലാകും. തർക്ക് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കൽ. അതായത് ഹദീസിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിസ്കാരം അത്ര പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. ആരുടെ ജീവിതത്തിൽ? ഒരു മുസ്ലിമിന്റെ. ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ, അതായത് 2 ഷഹാദത്തുകളും പ്രഖ്യാപിച്ച് മുസ്ലിമായി കഴിഞ്ഞാൽ, മുസ്ലിമാകാനുള്ള ഫസ്റ്റത്തെ സംഗതി എന്താ? ബുനിയൽ ഇസ്ലാം അലാ ഖംസ് ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. ആ ഷഹാദ പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ആദ്യം നിർബന്ധമാവുന്ന കർമ്മമാണേത്? വ ഇഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്തുക. ഇഖാമത്ത് എന്ന് പറഞ്ഞാൽ നിലനിർത്തുക എന്നതിന്റെ അർത്ഥം. നിലനിർത്തൽ മീൻസ് ഒഴിവായി പോകരുത്. അതായത് ഒരു മുസ്ലിമിനോട് നീ നിസ്കരിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല. തും നമാസ് പഠോ പറയേണ്ട കാര്യമില്ല. കാരണം മുസ്ലിം ആണെങ്കിൽ നിസ്കരിച്ചേ പറ്റുള്ളൂ. പക്ഷെ എന്തു പറയും? നീ ആ ചെയ്യുന്ന നിസ്കാരം കൃത്യമായിരിക്കണം. അത് സൂക്ഷ്മതയോടെ ഒരിക്കലും ഒഴിവാക്കാതെ ചെയ്യാൻ സാധിക്കണം നിസ്കാരം. അതാണ് ഇഖാമത്തുസ് സലാ. അപ്പൊ ആ നിസ്കാരം അഥവാ ഒരാള് ഒഴിവാക്കിയാൽ, അറിഞ്ഞുകൊണ്ട്, കാരണങ്ങളില്ലാതെ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കിയാൽ, ഓൻ കുഫറിലേക്കും ശിർക്കിലേക്കും എത്രയും പെട്ടെന്ന് പോയി പോകും. നിസ്കാരമാണ് നമ്മൾ അതിൽ നിന്നും തടയുന്ന മതില്. അതുകൊണ്ട് ബൈനർ റജുലി വബൈന ശിർക്കി വൽ കുഫർ, ഒരാളുടെയും പിന്നെ ഷിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ളത് തർക്കുസ് സലാ, നിസ്കാരം ഒഴിവാക്കലാണ്. നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ അങ്ങോട്ട് പോയി പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയിലും ഗൗരവത്തിലും ചെയ്യേണ്ട അമലാണ് ഇത് നിസ്കാരം. ഒരു മുസ്ലിം നോക്കൂ, ഞാൻ താഴെയുള്ള വായിക്കാം. അതിന്റെ അർത്ഥം നിങ്ങൾ ശ്രദ്ധിച്ചോളണം. അസ്സലാത്തു, നിസ്കാരം എന്ന് പറഞ്ഞാൽ, ഹിയ, അത്, അഅ്ദമു അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ റുക്നുകളിൽ ഏറ്റവും ഉന്നതമായ ഒരു റുക്നാണ്. റുക്ൻ മീൻസ് പില്ലർ. ബഅദ ഷഹാദത്തൈൻ, 2 ഷഹാദത്തുകൾക്ക് ശേഷം. ഏതാ 2 ഷഹാദത്ത്? മുഹമ്മദ് റസൂലുള്ളാഹ്. അതിനുശേഷം ഏറ്റവും ഉന്നതമായ റുക്നാണ് നിസ്കാരം. വലിദാലിക്, അതാണ് ആ ബ്രാക്കറ്റിൽ ആ 2 ഷഹാദത്ത് കൊടുത്തിരിക്കുന്നത്. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. വലിദാലിക്, അതുകൊണ്ട്. എന്താ വലിദാലിക് എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട്. ഏതുകൊണ്ട്? ഷഹാദത്തൈന് ശേഷം ഏറ്റവും ഉന്നതമായ ഇബാദത്താണ് നിസ്കാരം എന്നതുകൊണ്ടാണ് ജാഅൽ അംറു, കൽപ്പന വന്നിട്ടുള്ളത്, ബി ഇഖാമത്തിഹാ, ആ നിസ്കാരം നിലനിർത്തുവാൻ. ജാഅൽ അംറു എന്ന് പറഞ്ഞാൽ കൽപ്പന വന്നു. ആരുടെ? അള്ളാന്റെ കൽപ്പനയുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയുണ്ട്. എന്തിന്? ബി ഇഖാമത്തിഹാ, ആ നിസ്കാരം നിങ്ങൾ കൃത്യമായും നിലനിർത്തണം എന്ന്. വന്നഹിയു, നിരോധനം വന്നിട്ടുണ്ട്. നിരോധനം മീൻസ് എന്തിനെ തൊട്ട് വന്നിട്ടുണ്ട്? അൻ തർക്കിഹ, അത് ഒഴിവാക്കുന്നതിനെ തൊട്ട്. അപ്പം അത് ഇഖാമത്ത് ചെയ്യണം, നിങ്ങൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കണം എന്ന കൽപ്പനയും ഉണ്ട്. അതൊരിക്കലും ഒഴിവാക്കരുത് എന്ന് നിരോധിച്ചിട്ടും ഉണ്ട്. മനസ്സിലായോ? ഇപ്പൊ രണ്ടിലും, അതായത് ഇപ്പൊ ഒരു കാര്യം നിങ്ങളത് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞാൽ ചെയ്യരുത് എന്ന് ഗൗരവത്തിൽ അർത്ഥം കിട്ടുന്നില്ല. അത് ഒഴിവാക്കിയാലും പ്രശ്നമില്ല അർത്ഥം. എന്നാൽ ഒരു കാലത്തെപ്പറ്റി നിങ്ങളത് ചെയ്യണം, ഒരിക്കലും ചെയ്യാതിരിക്കരുത് എന്ന് പറഞ്ഞാൽ 2 ഭാഗത്തുനിന്നും കൂട്ടി. നമ്മൾ മനസ്സിലായോ? അപ്പൊ കൽപ്പന, നിസ്കരിക്കാൻ കൽപ്പനയും വന്നിട്ടുണ്ട്,
അത് ഒഴിവാക്കരുത് എന്നുള്ള താക്കീതും വന്നിട്ടുണ്ട്. എവിടെ? ഫീ ആയാത്തിൻ കസീറത്തിൻ, ധാരാളം ആയത്തുകളിൽ. ആയത്ത് മീൻസ് ഖുർആന്റെ ആയത്തുകളിൽ, ഖുർആനിന്റെ ആയത്തുകളിൽ ഒരുപാട് എന്ത് വന്നിട്ടുണ്ട്? നിസ്കരിക്കാനുള്ള കൽപ്പനയും നിസ്കരിക്കാതിരിക്കരുത് എന്ന താക്കീതും വന്നിട്ടുണ്ട്. വഫീ അഹാദീസ അദീദത്തിൻ, ഒരുപാട് ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഹദീദത്ത് എന്ന് പറഞ്ഞാൽ കുറെ എണ്ണം. അപ്പൊ ഖുർആനിന്റെ ആയത്തുകളിലും ഹദീസുകളിലും ഒരുപാട് വന്നിട്ടുള്ള സംഗതിയാണ് എന്ത്? നിസ്കരിക്കണം, നിസ്കാരം ഒഴിവാക്കരുത് എന്നുള്ള കൽപ്പന. കാരണം ഷഹാദത്തിന് ശേഷം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ഇബാദത്താണ് എന്ത്? നിസ്കാരം. കസീറത്ത് വന്നാൽ ധാരാളം, കുറെ. അദീദത്തിൻ. വഹാദൽ ഹദീസു, രണ്ടാമത്തെ പാരഗ്രാഫ്. ഈ ഹദീസ് യദുല്ലുന, നമ്മളെ അറിയിക്കുന്നു. ഈ ഹദീസ് നമുക്ക് അറിയിച്ചു തരുന്നു. അലാ ഖുതൂറത്തി, അപകടത്തെ കുറിച്ച്. ഖുതൂറത്ത് പറഞ്ഞാൽ അപകടം. എപ്പോൾ? എന്തിലുള്ള അപകടം? അത്തസാഹുലി, മടി കാണിക്കുന്നതിലുള്ള. തസാഹുൽ എന്ന് പറഞ്ഞാൽ മടി കാണിക്കുക. മടി മീൻസ് ഏത്? ഫീ അംരി സ്വലാത്തി, നിസ്കാരത്തിന്റെ കാര്യത്തിൽ. അപ്പൊ നിസ്കാരത്തിന്റെ കാര്യത്തിൽ മടി കാണിക്കുന്നത് ഭയങ്കര അപകടമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ അറിയിക്കുന്നത്. മനസ്സിലായോ? നിസ്കാരത്തിന്റെ കാര്യത്തിൽ മടി കാണിക്കുക, അലസത കാണിക്കുക, ഇഷ്ടമില്ലായ്മ, തോന്നുമ്പോ നിസ്കരിക്കുക. നിസ്കരിച്ചാൽ തന്നെയോ ഒരു ശ്രദ്ധയുമില്ല, വെറുതെ ഇങ്ങനെ നിസ്കരിച്ചിട്ട് പോവാ. അങ്ങനെയുള്ള നിസ്കാരം അപകടമാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ അറിയിക്കുന്നത്. ഫഖദ് ബയ്യന ഫീഹി, ഫഖദ് ബയ്യന, തീർച്ചയായും വ്യക്തമാക്കി തന്നു. എന്താ പറഞ്ഞ? വ്യക്തമാക്കി തരാ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആക്കി തന്നിട്ടുണ്ട്. ഫീഹി, ആ ഹദീസിൽ, അന്നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖദ് ബയ്യന ഫീഹി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. എന്ത്? അന്നഹു ലൈസ ബൈനൽ ഇൻസാനി, ഒരു മനുഷ്യന്റെ ഇടയിൽ ഇല്ല, വബൈനൽ കുഫ്രി വശിർക്കി, കുഫറിന്റെയും ഷിർക്കിന്റെയും ഇടയിലും, ഒരാളുടെയും കുഫറിന്റെയും ഷിർക്കിന്റെയും ഇടയിൽ ഇല്ല, ഇല്ലാ അയ്യത്റുക സ്വലാത്ത, അവൻ നമസ്കാരം ഉപേക്ഷിക്കലല്ലാതെ. അപ്പൊ ഒരാളുടെയും അയാളുടെ ഷിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള കാര്യം എന്താണ്? നിസ്കാരം ഒഴിവാക്കലാണ്. നിസ്കരിക്കുന്നത് കൊണ്ട് അയാൾ രക്ഷപ്പെടുകയാണ്. നിസ്കരിക്കുന്നത് കൊണ്ട് കുഫർ വരാതെ, ഷിർക്ക് വരാതെ ഓനെന്താവാണ്? രക്ഷപ്പെടുകയാണ്. അതാണ് രണ്ടിന്റെയും ഇടയിലുള്ള ഒരു, എന്താ പറയാ, ഒരു മതില്. മനസ്സിലായില്ലേ? ബാക്കി നോക്കിയ ഫഇൻ തറകഹ, ഒരാളെ നിസ്കാരം ഒഴിവാക്കിയാൽ വസല ഇലൽ കുഫ്രി, അവനോടെത്തും, കുഫറിലെത്തും, വശിർക്കി ബില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഷിർക്കിലും എത്തിച്ചേരും. നിസ്കാരം ഒഴിവാക്കിയാൽ അവൻ കുഫറിലും എത്തും, ഷിർക്കിലും എത്തും. നഊദു ബില്ലാഹി മിൻ ദാലിക്, അള്ളാഹു കാക്കട്ടെ. സംഭവം മനസ്സിലായോ? ഈ ഹദീസിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഷഹാദത്തിന് ശേഷം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അമല് നിസ്കാരമാണ്. അത് നിസ്കരിക്കണമെന്ന് കൽപ്പനയും നിസ്കരിക്കാതിരിക്കരുത് എന്ന താക്കീതും ഇഷ്ടംപോലെ ആയത്തുകളിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരാളെ കുഫറിൽ നിന്ന്, ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന സാധനം നിസ്കാരമാണ്. അതിനൊരുത്തൻ ഒഴിവാക്കിയാൽ അവൻ കുഫറിലേക്കും പോവും, ഷിർക്കിലേക്കും പോവും. വഫീ ഹാദാ, ഇതിലുണ്ട്, ഏതില്? ഈ ഹദീസിൽ ദലീലുൻ, തെളിവുണ്ട്, വാദിഹുൻ, വ്യക്തമായ. ഈ ഹദീസിൽ വളരെ വ്യക്തമായ എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയ തെളിവുണ്ട്. എന്തിന്? അല അന്ന തർക സ്വലാത്തി,
നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് മിൻ അക്ബരിൽ കബായിർ, വൻ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപമാണ്. പക്ഷെ ഇത് ചില ഉലമാക്കളുടെ അഭിപ്രായം മാത്രമാണ്. എന്നാൽ മഹാഭൂരിപക്ഷം അധികം ഉലമാക്കളുടെയും അഭിപ്രായം നിസ്കാരം ഒഴിവാക്കിയാൽ കാഫിറാവും എന്നുള്ളതാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അക്ബറുൽ കബായിർ വഅഅ്ളമുൽ മൂബിഖാത്ത്. മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ വലിയ കുറ്റങ്ങൾ. കുറ്റം മീൻസ് തെറ്റുകൾ. അതിൽ അഅ്ളം ഏറ്റവും വലിയ തെറ്റാണ് നിസ്കാരം ഒഴിവാക്കൽ. വഅന്നഹു അശദ്ദു ഇസ്മൻ, ഏറ്റവും ശിക്ഷ കിട്ടുന്ന കുറ്റവും കൂടിയാണ്. ശിക്ഷ മനസ്സിലായോ? ഒരു തെറ്റ് ചെയ്താൽ അതിനുള്ള പണിഷ്മെന്റ്. അപ്പൊ ഏറ്റവും വലിയ പണിഷ്മെന്റ് കിട്ടുന്ന ഒരു തെറ്റാണ് ഈ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത്. കസിന, കരിബ, എന്തുപോലെ? റിബ എന്ന് പറഞ്ഞാൽ എന്താ? പലിശ. നിങ്ങളുടെ നാട്ടിൽ എന്താ? ബട്ടിയ, ബഡ്ഡി. വസിന, വ്യഭിചാരം. വ്യഭിചാരത്തിന് എന്തെങ്കിലും നാട്ടിലെ വാക്ക്? വേശ്യ, വാട്ടിക്ക. വാട്ടിക്ക എന്ന് പറഞ്ഞത് ഹെറോയിന്റെ പേരല്ലോ. കന്നഡയിലാകെ ആകട്ടെ. വസ്സരിക, കളവ്, മോഷണം. എന്താ പറയാ നിങ്ങളുടെ നാട്ടില്? കന്നഡയിൽ എന്താ പറയാ? കളവ് പറയലല്ല, കട്ടെടുക്കല്, കള്ളം കയറി എന്നൊക്കെ പറയില്ലേ? ബെൽച്ചിട്ടോ എങ്ങനെയോ എങ്ങനെ എടുക്കാം. കെട്ടെടുക്കലല്ലേ? ശരി, കളവ്. നീ മലയാളിയല്ലടാ. വശുറുബിൽ ഖംർ, കവേരി, മദ്യപാനം. ഇതൊക്കെ എന്താണ്? പാപങ്ങളാണ്, വൻ പാപങ്ങളാണ്. പക്ഷെ ഇതിനേക്കാളൊക്കെയും വലിയ കുറ്റം എന്തിനാണ്? നിസ്കാരം ഒഴിവാക്കില്ല. ഒരു കള്ളുകൂടിയാൻ, പക്ഷെ അയാൾ എന്ത് ചെയ്യും? നിസ്കരിക്കുമെങ്കിൽ അയാളെക്കാളും അപകടമാണ് കള്ളു കുടിക്കാത്ത നിസ്കാരം ഒഴിവാക്കുന്ന ആള്. മനസ്സിലായോ? രണ്ടാളുകളുണ്ട്. അതിലൊരുത്തൻ നിസ്കരിക്കൂല, പക്ഷെ ബാക്കിയൊക്കെ നീറ്റാ, ക്ലിയർ ആണ്. വേറൊരുത്തരുണ്ടോ കള്ളു കുടിക്കും, പക്ഷെ കൃത്യമായിട്ട് നിസ്കരിക്കും. ഇതിന് ശിക്ഷ കൂടുതൽ ആർക്കാ? കള്ളു കുടിച്ചോനല്ല, കള്ളു കുടിക്കാണ്ട് നിസ്കാരം ഒഴിവാക്കുന്നു. മനസ്സിലായ? അപ്പൊ പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പണിഷ്മെന്റ് കിട്ടുന്ന പാപം ഏതാണ്? നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് വെറും ഒരു പണിഷ്മെന്റ് കിട്ടുന്ന പാപമായിട്ട് മാത്രം കണ്ടാൽ പോരാ. പിന്നെയോ ചില അധിക ഉലമാക്കളുടെയും അഭിപ്രായത്തിൽ നിസ്കാരം ഒഴിവാക്കുന്നത് കുഫറാണ്. എങ്ങനെയല്ലാതെ? ശറഇൽ അനുവദിക്കപ്പെട്ട കാരണം കൊണ്ടല്ലാതെ. എന്താണ് ആ അനുവദിക്കപ്പെട്ട കാരണം? ഉറങ്ങിപ്പോവുക, അല്ലെങ്കിൽ മറന്നു പോവുക. നൗമും നിസ്യാനും. ഇതാണ് നിസ്കാരം. നമ്മുടെ ഒരു ദിവസത്തെ 5 നേരത്തെ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം ഒഴിവായി പോവാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടെങ്കിൽ അത് ഇതാണ്. ഒന്നുകിൽ മറന്നുപോയി, അല്ലെങ്കിൽ ഉറങ്ങിപ്പോയി. അതല്ലാതെ ഒരു കാരണവും എന്തിനില്ല? നിസ്കാരം ഒഴിവാക്കാൻ ഇല്ല. ഫയജിബു, എന്താർത്ഥം? ഫയജിബു, അപ്പോൾ നിർബന്ധമാണ്. ലാസ്റ്റ് പാരഗ്രാഫ്. അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ, എല്ലാ മുസ്ലിമായ ആണിനും പെണ്ണിനും. മുസ്ലിമായ ആണ്, മുസ്ലിമത്ത് മുസ്ലിമായ പെണ്ണ്. എന്ത് നിർബന്ധമാണ്? അയ്യഹ്രിസ അല സ്വലാത്തി അശദ്ദൽ ഹിർസി. യഹ്രിസ എന്ന് പറഞ്ഞാൽ ഗൗനിക്കുക. ഗൗനിക്കൽ എന്ന് പറഞ്ഞാൽ പരിഗണിക്കുക, ഇമ്പോർട്ടന്റ് കൊടുക്കുക. എന്താ പറയാ? കൊടുക്കണം. അശദ്ദൽ ഹിർസി, ചെറിയ ഇമ്പോർട്ടൻസ് ഒന്നും പോരാ, അതിശക്തമായിട്ട് നിസ്കാരത്തെ എന്ത് ചെയ്യണം? പരിഗണിക്കൽ നിർബന്ധമാണ്. അതായത് നമ്മള് നമ്മളെ പഠിപ്പാവട്ടെ, നമ്മളെ യാത്ര, നമ്മളെ കച്ചവടം, മറ്റുള്ള കല്യാണം, എന്ത് വിഷയമായാലും എല്ലാ സമയത്തും നിസ്കാരത്തിന്റെ ടൈം ആവുമ്പം
നമ്മളെപ്പോൾ നിസ്കരിക്കും, എവിടെ നിന്ന് നിസ്കരിക്കും, ആ വർത്താനം വരണം, ആ ചിന്ത വരണം. ഇപ്പൊ യാത്ര, ടൂറ് പോവാണ്, യാത്ര തുടങ്ങുമ്പോൾ തന്നെ പ്ലാൻ ചെയ്യുമ്പോൾ അതിലൊരു കാര്യം എന്തായിരിക്കണം? നിസ്കാരമായിരിക്കണം. അതാണ് ആ ഹെർസ് കൊടുക്കാന്ന് പറഞ്ഞാൽ, അശദ്ധൽ ഹെർസ്. കല്യാണം തീരുമാനിച്ചു, അപ്പം നിസ്കാരം എവിടെ നിന്നായിരിക്കും, എങ്ങനെ നിസ്കരിക്കണം, ആ ഒരു ഫിക്ർ എപ്പോഴും മുസ്ലിമിന്റെ മനസ്സിൽ ഉണ്ടാവണം നിസ്കാരത്തെ പറ്റി. പിന്നെയോ ഒരേ അർത്ഥം തന്നെ ഉണ്ടോ, അങ്ങേയറ്റത്തെ പരിഗണന നിസ്കാരത്തിന് കൊടുക്കണം. മനസ്സിലായോ? അത് നിർബന്ധമാണ്. കാരണം അത് ഒഴിവായി പോവാന്ന് പറഞ്ഞാൽ ഒന്ന് കബായിൽപ്പെട്ട വൻ പാപങ്ങളിൽപ്പെട്ട പാപമാണ്, മറ്റൊന്ന് ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന തെറ്റാണ് നിസ്കാരം ഒഴിവാക്കൽ. ഇത് മാത്രമല്ല, ഒരാൾ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ, 5 നേരത്തെ നിസ്കാരം സമയം പരിഗണിച്ച് ആണുങ്ങള് പള്ളിയിൽ വന്ന് ജമാഅത്തായി അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ടെങ്കിൽ, സബബുൻ ലിൽ ഖൈരി വൽ ബറകതി വൽറിസ്ഖി, സബബുൻ അത് കാരണമാണ്, ലിൽ ഖൈർ നന്മകൾക്ക്, പിന്നെയോ വൽ ബറക അള്ളാഹിന്റെ അടുത്ത് നിന്ന് ബർക്കത്ത് കിട്ടാൻ, വൽറിസ്ഖി റിസ്ക് മീൻസ് ഭക്ഷണം മാത്രമല്ല, നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം, അതെല്ലാം കിട്ടാനുള്ള ഒരു കാരണമായി തീരുമെന്ത്? നിസ്കാരം. അപ്പൊ നിസ്കാരം നമ്മള് ഒഴിവാക്കിയാലല്ല, ഒഴിവാക്കിയാൽ പിന്നെ പോയി, ഔട്ടായി. നിസ്കാരത്തിനൊരു ഇഹ്തിമാം കൊടുക്കുന്നില്ല, അതായത് ഒരു പരിഗണന കൊടുക്കുന്നില്ല, അതിനെ ഗൗനിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഖൈറുകൾ ഉണ്ടാവില്ല, ബർക്കത്ത് നഷ്ടപ്പെടും, റിസ്ക് കുടിസാവും, ചുരുങ്ങും, മനസ്സിന് സമാധാനം ഉണ്ടാവില്ല. മനസ്സിലായോ? ഒരു 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 എന്താണ് പറയാ, ക്ലച്ച് കിട്ടൂല. മനസ്സിലായില്ലേ? ആ രീതിയിലായിരിക്കും ലൈഫ്, ഭയങ്കര ബുദ്ധിമുട്ടാവും. എന്നാലോ നിസ്കാരം റെഡി ആയാൽ ഈ പറഞ്ഞതെല്ലാം ഉണ്ടാവും. വസീലത്തുൻ ലിൽ ജന്ന, സ്വർഗം കിട്ടാനുള്ള വഴിയാണ് ഏത്? നിസ്കാരം. വൽ മഗ്ഫിറതി, പാപമോചനം. വൽറിദാ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള റിദ മീൻസ് തൃപ്തി. ഇംഗ്ലീഷിൽ എന്താ പറയാ തൃപ്തിക്ക്? അതെ, അത് കിട്ടാനുള്ള കാരണമാണെന്ത്? നിസ്കാരം. ചുരുക്കത്തില് 5 നേരത്തെ നിസ്കാരം വളരെ ഗൗരവത്തിൽ വേണം ഒരു മുസ്ലിം പരിഗണിക്കാൻ. അത് ഒഴിവാക്കുന്ന പരിപാടി ഇല്ല, കാരണം ഒഴിവാക്കിയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തായി. പിന്നെ വരുന്നത് എന്താ? ഒഴിവാക്കാത്ത ഒരാൾക്ക് വരുന്ന അപകടം എന്ന് പറഞ്ഞാല് പരിഗണിക്കാണ്ടിരിക്കുക, തോന്നിയ പോലെ നിസ്കരിക്കുക, ഓന്റെ തോന്നിയ സമയത്ത് നിസ്കരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് നിസ്കരിച്ച് കാണിച്ച് പഠിപ്പിച്ച് തന്ന ഒരു രൂപം ഉണ്ട് നിസ്കാരത്തിന്, അതുപോലെ തന്നെ ആവണം, അല്ലെങ്കിൽ അപകടമാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞത് ബൈനർ റജുലി വബൈനൽ ശിർകി വൽ കുഫ്രി തർക്കുസ് സ്വലാ, ഒരാളുടെയും ഷിർക്കിന്റെയും കുഫറിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരം ഒഴിവാക്കലാണ്. അതായത് കാഫിറും മുശ്രിക്കുമായ ഒരാൾ നിസ്കരിക്കൂല. മനസ്സിലാകുന്നുണ്ടോ? ഒരാള് കാഫിറാണ് അല്ലെങ്കിൽ മുശ്രിക്കാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഓൻ നിസ്കരിക്കുന്നുണ്ടാവില്ല. എന്നാൽ ഒരാൾ മുഅ്മിനാണ് എന്നെങ്ങനെ മനസ്സിലാക്കാം? അയാൾ കൃത്യമായും നിസ്കരിക്കുന്നുണ്ടാവും. തിരിഞ്ഞോ? അതായത് ഒരു മുഅ്മിനിന്റെ ഈമാനിനെ അളക്കാനുള്ള ഒരു സാധനമാണ് എന്ത്? 5 നേരത്തെ നിസ്കാരം. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നുമില്ലേ? ഇസ്ലാം എന്ന് പറഞ്ഞോ ഒറ്റ വക്ത് മുസ്ലിമായിട്ട് തിരിച്ചു വരണം. എത്ര ഡേഞ്ചറാണ്! മൻ തറക സ്വലാത്ത മുതഅമ്മിദൻ ഫഖദ് കഫർ. അറിഞ്ഞുകൊണ്ട്, അതായത് എന്തെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോയാലല്ല, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണം കൊണ്ട് ഒഴിവാക്കിയാലല്ല. നിസ്കാരം നിർബന്ധമാണെന്നറിയാം, നിസ്കരിക്കണം എന്നും അറിയാം, ബാങ്ക് വിളിച്ചു ടൈമായി എന്നറിയാം, വെറുതെ മൊബൈൽ നോക്കിയിട്ട് കിടന്നിട്ട് കഴിഞ്ഞാലും കഫറായി, മുർത്തദ്ദായി, ഇസ്ലാമിൽ നിന്ന് പുറത്തായി.
ഭയങ്കര ഡേഞ്ചറാണ് നിസ്കാരത്തിന്റെ കാര്യം. നിസ്കരിക്കാത്ത ഒരാൾ വീട്ടിലുണ്ടെങ്കിൽ അയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം എന്നാണ് നിയമം. കാരണം എന്തുണ്ടാവില്ല? ഹൈറും ബർക്കത്തും റിസ്ക്കും ഒന്നും ആ വീട്ടിലുണ്ടാവില്ല നിസ്കാരം ഒഴിവാക്കിയാൽ. ചില പണ്ഡിതന്മാര് പറഞ്ഞു പട്ടികൾക്ക് ഭക്ഷണം കൊടുത്താലും കുഴപ്പമില്ല, പക്ഷെ ആർക്ക് കൊടുത്തൂടാ? നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല. നീചനാണോ? കാരണം 5 നേരത്തെ നിസ്കാരം 24 മണിക്കൂർ ആണല്ലോ ഒരു ദിവസം അള്ളാഹു നമുക്ക് തന്നത്. അതിലാകെ ഒരു വക്തിന് 10 മിനിറ്റ് വെച്ച് കൂട്ടിയാൽ 5 വക്തിന് എത്ര മിനിറ്റായി? 50 മിനിറ്റ് മാത്രമേ അള്ളാഹു നമ്മളോട് ഒരു ദിവസം ആവശ്യപ്പെടുന്നുള്ളൂ. അതും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ അടിമയാണ്? ബാക്കി എല്ലാം അള്ളാഹു ഇങ്ങോട്ട് തന്നിട്ട് ഇവർ 50 മിനിറ്റ് അള്ളാഹ് കൂടിപ്പോയാൽ 1 മണിക്കൂർ ഒരു അള്ളാഹ് കൊടുക്കാൻ, അതും കണ്ടിന്യൂ അല്ല. 1 മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് കൊടുക്കാനല്ല പറയുന്നത്, ഒരു 10 മിനിറ്റ് ഇഷ്ടം പോലെ ഗ്യാപ്പ് വിട്ടിട്ടാ പറയുന്നത്. എന്നിട്ടും കൊടുക്കുന്നില്ലെങ്കിൽ ആ അടിമയല്ല, നന്ദി കെട്ടവനാണ്, ശരിയല്ല. പ്രത്യേകിച്ച് നമ്മൾ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിക്കാൻ നോക്കണം. ദുഹർ നിസ്കാരം സ്കൂളിൽ പോയാൽ കിട്ടുന്നുണ്ടോ? ദുഹർ നിസ്കരിക്കലുണ്ടോ? വന്നിട്ടാ എപ്പം വരുത്ത്? അല്ലാഹു അന്ന് നിസ്കാരം ഒഴിവാക്കാനുള്ള ഒരു കാരണമല്ല. സ്കൂളിൽ പോകുന്ന അത് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാലല്ലേ. സ്കൂളിൽ പഠിക്കാന്നുള്ളത് നിസ്കാരത്തെ മാറ്റിവെക്കാനുള്ള ഒരു കാരണത്തെപ്പെട്ടതല്ല. ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ നമ്മൾ ചോദിക്കും പിന്നെ എന്താ ചെയ്യാം? നമുക്കറിയില്ല. പിന്നെ റിയാസ് ഭായി സലാമുള്ള ഭായിയെല്ലാം കൂടിയിട്ട് ഒരു സ്കൂൾ ഉണ്ടാക്കണം, ഇസ്ലാമിക് സ്കൂൾ. എന്ത് ചെയ്യാ? അത്ര ഡേഞ്ചറാണ്, ഒഴിവാക്കാൻ പറ്റില്ല. സമയം പരിഗണിച്ച് നിസ്കരിച്ചേ പറ്റൂ. പിന്നെ യാത്രയോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റൽ കേസ് വന്നു, അവിടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ജമാക്കി നിസ്കരിക്കാൻ പറ്റും. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ടോക്കൺ നമ്പറായി, നിസ്കാരത്തിന്റെ ടൈമുമായി. ഡോക്ടർ പോയി കഴിഞ്ഞാൽ പിന്നെ കാണാനും പറ്റൂല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അതുകൊണ്ട് ആശ്രന്റെ കൂടെ ജമാക്കിയിട്ട് ഡോക്ടറെ കണ്ടിട്ട് പോയാൽ മതി, പ്രശ്നമില്ല. ഓ മേശൊന്നും അങ്ങനെ ആയിക്കൂടാ, മേശൊന്നും ആക്കിക്കൂടാ. മേശെല്ലാം നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കാരണങ്ങളാണ്, അത് പറ്റൂല. നിശ്ചയിക്കാൻ ടൈം കിട്ടൂല. റോഡിൽ പോയ സൈഡിൽ പിടിച്ച് നിസ്കരിച്ചൂടെ? പറ്റും, ആരും ഒന്നും പറയില്ല. ഇത് ഇന്ത്യയാണ്, കൊച്ചിനെ പറയാനുള്ള അവകാശമില്ല. കൂളായിട്ട് നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിക്കണോടാ. അങ്ങനെ നിസ്കാരത്തെ പരിഗണിക്കുന്ന കാണുമ്പോൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടാവും. ചില കുട്ടികളൊക്കെ ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കാണാം നമുക്ക് നിസ്കരിക്കുന്ന ആളുണ്ട് യാത്രയിൽ. അതായത് അള്ളാന്റെ കൽപ്പനയാണ് എന്നുള്ള ആ ബോധത്തില് ഒഴിവാക്കാൻ പറ്റൂല. അള്ള പറഞ്ഞല്ലേ എന്നും പറഞ്ഞ് ചെയ്യുമ്പം അള്ള ഇഷ്ടപ്പെട്ട നമുക്ക് ബാക്കിയല്ലായില്ലേ, പിന്നെന്താ കിട്ടാനുള്ളത്? അങ്ങോട്ട് നല്ല പരിഗണന കൊടുക്കണം. അപ്പൊ അള്ളാഹു അതേപോലെ ഇങ്ങോട്ടും പരിഗണിക്കും. തീരെ വീണ്ടാക്കുന്നില്ലെങ്കിലോ അള്ളാഹു മീറ്റാക്കൂല. അള്ളാഹു മീറ്റാക്കാതിരുന്നാൽ അവന്റെ കാര്യം പോയി. നമ്മളെപ്പോഴും അള്ളാഹിനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹിനെ തൃപ്തിപ്പെടുത്തണം. വേറെ തൃപ്തരല്ലെങ്കിലും അള്ളാഹു തൃപ്തനാണെങ്കിൽ ബാക്കി ആരില്ലെങ്കിൽ എന്താ? അങ്ങോട്ട് എത്തണം. അത് നിങ്ങളെ ഈ പ്രായത്തിലേ തുടങ്ങണം. കാരണം ഇപ്രായത്തിൽ ശീലിച്ച് നഫ്സിനെ ആദ്യത്താക്കി കൊടുത്താൽ വലുതാവുമ്പം അത് തന്നെ ചെയ്തോളൂ. ഏത് കാര്യവും അങ്ങനെ തന്നെ. ഇപ്പൊ യുവത്വം, യുവാവ് എത്രാമത്തെ വയസ്സോട്ടാ യുവാവുക? 14 വയസ്സ് തൊട്ട് യുവാവായി. 14 വയസ്സ് തൊട്ട് 40 വയസ്സ് വരെ യുവത്താണ്. 1 വയസ്സ് തൊട്ട് 7 വയസ്സ് വരെ ശൈശവം. ശൈശവം എന്ന് പറഞ്ഞാൽ അറിയോ? ശിശു. ഒരു നിയമവും ഇല്ല ഇസ്ലാമില്, ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. 7 വയസ്സ് തൊട്ട് 10 വയസ്സ് വരെ കൽപ്പിക്കേണ്ട പ്രായമാണ്, ഓരോ കാര്യങ്ങളും ചെയ്യാൻ നിർബന്ധിക്കേണ്ട പ്രായമാണ്. 10 തൊട്ട് 14 വരെ അടി കൊടുക്കേണ്ട പ്രായമാണ്, ഓരോന്നും ചെയ്യിപ്പിക്കാൻ. 14 വയസ്സാകുമ്പോൾ പ്രായപൂർത്തിയാവും.
പ്രായപൂർത്തിയാവാൻ എങ്ങനെയാ ജിമ്മ എങ്ങനെയാവും? ഒന്നുകിൽ മനിയ് പുറപ്പെടുക, അതല്ലെങ്കിൽ 15 വയസ്സ് പൂർത്തിയാവുക, അതല്ലെങ്കിൽ ഗുഹ്യ ഭാഗത്തെ രോമങ്ങൾ വരിക. ഈ 3 കാരണം കൊണ്ട് എന്തായി? പ്രായപൂർത്തിയായി. അപ്പൊ ഒരുത്തര് മനിയ് പുറപ്പെട്ടിട്ടില്ല 15 വയസ്സായിട്ടും അവൻ പറയാ എനിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. ശരിയാവില്ല. 15 വയസ്സായ പ്രായപൂർത്തിയായി. അപ്പൊ അത് തൊട്ട് 40 വയസ്സ് വരെ പിന്നെന്താണ്? യുവാവാണ്, യൗവനം. ആ ടൈമാണ് ജീവിതത്തിലെ ഏറ്റവും ഉന്നതമായ ടൈം. കാരണം എന്താ അറിയോ? നമ്മുടെ ശരീരം അള്ളാഹു ഭൂമിയിലല്ല ഉണ്ടാക്കിയത്. അപ്പൊ നഫ്സ് എപ്പോഴും എന്തേ ആഗ്രഹിക്കൂ? ഭൂമിയിലെ സുഖങ്ങളെ ആഗ്രഹിക്കുള്ളൂ. ഭൂമിയിലെ സുഖം എന്തിനാണുള്ളത്? സുയ്യിന ലിന്നാസി, എന്താ പരിപാടി? ടിക്കറ്റ് കൊടുത്തു? ടിക്കറ്റ് ഇല്ലേ? സുബഹിക്ക് പള്ളിയിലുണ്ടായില്ലേ? സുബഹിക്ക് പള്ളിയിലുണ്ടായില്ല? എത്ര മണിക്ക് എണീച്ചേ? ക്ലോക്ക് നോക്കിട്ട് എണീച്ച്. പിന്നെ സുയ്യിന ലിന്നാസി, മനുഷ്യർക്ക് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു ഹുബ്ബു ശഹവാത്ത്, ഈ നമ്മളെ ഷഹവത്തുണ്ടല്ലോ, ആശകൾ, ഇഷ്ടങ്ങള്, അതിനോടുള്ള സ്നേഹം. ഒന്നുമിന നിസ, പെണ്ണ്. ജനങ്ങളോട് എന്താ? ആണുങ്ങൾക്ക് ഇഷ്ടമുള്ള ജനങ്ങളോടാ പെണ്ണ്. പിന്നെയോ പിന്നെ സ്വർണം, വെള്ളി, പൈസ, പണം, അധികാരം, ഇതൊക്കെയാണ് നമ്മളെ പിഴപ്പിക്കുന്ന സാധനങ്ങൾ. ഈ പ്രായത്തിലാണ് 15 തൊട്ട് 40 വരെയാണ് ഇതിന്റെ ബാക്കിൽ ഓടുന്ന സമയം. ഇല്ല അങ്ങനെയല്ലേ? പെണ്ണ് പെണ്ണ് പെണ്ണുള്ള ചിന്തപ്പ വരുത്തി. ഏത് പ്രായത്തിലാ വരുത്ത്? നിങ്ങൾക്ക് അങ്ങനെ വരുത്തുന്നില്ല. നിങ്ങളെന്താ ഔലിയാക്കളാ? അതെല്ലാം ആണല്ലേ? ആണാണെങ്കിൽ വരും. അതിനെ കൺട്രോൾ ചെയ്യുന്നവനാണ് മുഅ്മിൻ. അത് വരുന്നില്ല കഴിഞ്ഞർത്ഥം എന്താ? സംതിങ് റോങ്, എന്തോ പ്രശ്നമുണ്ട് അതിനർത്ഥം. അത് വരും. രണ്ടും 2 ജിൻസാണ്. ആണ് വേറെ, പെണ്ണ് വേറെ. ആണും പെണ്ണും എന്താവൂല, ഒന്നൊരിക്കലും ആവില്ല. ഇപ്പൊ ഒന്നാവണമെന്നല്ലേ പറയുന്നത്? ഒന്നാവണമെന്ന് പറയും ചെയ്യും. ബസ് കയറിയാൽ പെണ്ണുങ്ങളെ സീറ്റ് മാറിക്കൊടുക്കും വേണം. പിന്നെ ഇതിൽ ഒന്നാന്ന് പറയുന്നു ആവൂല. ആണ് വേറെ, പെണ്ണ് വേറെ. അത് രണ്ടിനെയും അള്ളാഹു അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഒന്നായ പിന്നെ കല്യാണം നടക്കൂല. ആണും കല്യാണം കഴിക്കോ? അതുകൊണ്ട് ഇപ്പോ പെണ്ണും പെണ്ണും കല്യാണം ഉണ്ട്. എന്തിനാത്? അതുകൊണ്ട് ഇപ്പൊ ദുനിയാവില് അത്ര മോശമാണ്. അപ്പൊ ആ ആഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ കാണിക്കുന്ന ഒരു പവറില്ലേ, അതാണ് ഈ ചെറുപ്പത്തിൽ, ഈ പ്രായത്തിൽ കാണിക്കേണ്ടത്, യുവത്വത്തിൽ. ഇത് നഷ്ടപ്പെട്ടൊരു 40 കഴിഞ്ഞാൽ പിന്നെ പെണ്ണുങ്ങളെ നോക്കൂല. നമുക്ക് കാര്യമൊന്നുമില്ല, പിന്നെ നോക്കാൻ തോന്നൂല. അത് കഴിഞ്ഞു, അതിന്റെ പ്രായം കഴിഞ്ഞു. പിന്നെ പിന്നെ മോശമായ കാര്യങ്ങളിലേക്ക് പോവുക. കള്ളുകൂടി, പിന്നെ മയക്കുമരുന്ന്, പിന്നെ എന്തേലും പറയാ, കൊലപാതകം, ഗുണ്ടായിസം. 40 കഴിഞ്ഞാൽ പിന്നെ അയാൾ നിശ്ചിത 40 വരെ ആയിരിക്കും ഇതെല്ലാം ചെയ്യാൻ ടെൻഡൻസി എന്നല്ല പറയാ, ഉണ്ടാവുന്ന ഒരു സമയം, ആഗ്രഹം ഉണ്ടാകുന്ന ടൈം. ആ സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഈ പ്രായത്തിലാണ്. ഇപ്പൊ നിങ്ങൾ നന്നായാൽ വീതിനില്ല, മരിക്കുന്നവരെ ക്ലിയർ ആയിരിക്കും, ഒരു സംശയമില്ല. യുവത്വത്തിൽ, അതുകൊണ്ടല്ല ഇസ്ലാം യുവത്വത്തിന് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ട് പറഞ്ഞത്. യുവാക്കളെ വല്ലാണ്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ കൂട്ടത്തിലും യുവാക്കളെ റസൂലുള്ള പ്രത്യേകം പരിഗണിച്ചിട്ടുണ്ട്, ഈ പ്രായക്കാരെ. അതുകൊണ്ട് ഈ പ്രായത്തിലെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. വലുതാകുമ്പോൾ ക്ലിയർ ആവും. അള്ളാഹനെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കണം ഈ പ്രായത്തിൽ. 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ മരണത്തിന്റെ ചിന്ത വരാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും, പിന്നെ മക്കളായിട്ടുണ്ടാവും, മക്കള് വളർന്നിട്ടുണ്ടാവും,
പിന്നെ അവരുടെ പഠിപ്പും അവരുടെ കല്യാണം അവരുടെ കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളാവും. 40 വയസ്സാവും. ഇപ്പൊ നിങ്ങൾക്ക് എന്താ ഉത്തരവാദിത്തമുള്ളത്? ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പോയി നമ്മള് ഒരു ചിന്തയില്ലല്ലോ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് പ്രശ്നമായി പോവും. 40 വയസ്സ് കഴിയുമ്പം ആ ചിന്തയെല്ലാം വരും. അപ്പൊ പിന്നെ ആരും കുറ്റക്കേണ്ടൊന്നും പോവില്ല. കാരണം കുറെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്, വേറെ സമയമില്ല. പിന്നെ 40 കഴിഞ്ഞ് ഒരു 50 കഴിഞ്ഞാലോ ഉത്തരവാദിത്വം കഴിഞ്ഞു. ഇനി എന്താ? പോവാനായി. എങ്ങോട്ട്? തിരിച്ചുപോക്കിന്റെ സമയമായി. അപ്പൊ ആ പേടി വരാൻ തുടങ്ങും. ഈ സമയത്ത് ആ തിരിച്ചുപോക്കിന്റെ ചിന്തയുണ്ടാവൂല, പേടിയുണ്ടാവൂല. കാരണം മനസ്സിൽ എന്തേ ഉണ്ടാവുള്ളൂ? ഇത്രയല്ലേ പ്രായമായിട്ടുള്ളൂ, ഇനി എത്ര കാലം ജീവിക്കാനുണ്ട് എന്നുള്ള ചിന്തയായിരിക്കും. ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഇപ്പൊ കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ രക്ഷപ്പെടും. അതുകൊണ്ട് അപ്പൊ തൗഹീദിന്റെ കാര്യമായാലും നിസ്കാരത്തിന്റെ കാര്യമായാലും പഠിപ്പിന്റെ ദീൻ പഠിക്കുന്ന കാര്യമായാലും ഖുർആന്റെ കാര്യമായാലും ഒക്കെ നല്ലൊരു ശ്രദ്ധ ഈ സമയത്ത് വേണം. അള്ളാഹു നല്ല തൗഫീഖ് തരട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.